ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാകുമെന്ന് സൂചന. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് അറ്റ് ഹോം വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൂർണ്ണമായും ബഹിഷ്കരിച്ചതോടെയാണ് അടുത്ത പോർമുഖം തുറക്കുന്നത്. ഇതോടെ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട പുതിയ ഓർഡിനൻസിൽ ഒപ്പിടാതെ ഗവർണറും നിലപാട് കടുപ്പിച്ചേക്കും. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ പോര് കൂടുതൽ ശക്തമാകും വരും ദിവസങ്ങളിൽ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്, ഈ ചടങ്ങ് ബഹിഷ്കരിക്കലടക്കം. എന്താണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? പോര് ഏത് തലത്തിലേക്കാണ് നീങ്ങുന്നത് സലീം? സ്മിത, റിജിത്ത്, സാധാരണഗതിയിൽ സ്വതന്ത്ര ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഗവർണറുടെ വസതിയിൽ സംഘടിപ്പിക്കുന്ന അറ്റ് ഹോം വിരുന്ന്, ഇതിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗവർണർ സർക്കാർ പോര് മൂലം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരൊക്കെ പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന പശ്ചാത്തലത്തിലും ഏറ്റവും അവസാന സമയങ്ങളിലൊന്നും ഈ അറ്റ് ഹോം വിരുന്നിൽ മന്ത്രിമാർ പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പുതിയ ഗവർണർ എത്തിയതിന് പിന്നാലെ ഈ ഒരു സൗഹൃദാന്തരീക്ഷത്തിനായിരുന്നു ആദ്യം സർക്കാർ ശ്രമിച്ചത്. പക്ഷേ അത് നടപ്പിലായില്ല. പിന്നാലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പോര് വലിയ തലങ്ങളിലേക്ക് മാറുകയും അത് സംഘർഷങ്ങളിലേക്കും സർവകലാശാലകളിലേക്ക് വ്യാപിക്കുന്നതുമൊക്കെ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ നടന്ന അറ്റ് ഹോം വിരുന്നും ഈ മന്ത്രിമാർ ബഹിഷ്കരിച്ചത്. മന്ത്രിമാർ മാത്രമല്ല, പ്രതിപക്ഷവും പൂർണ്ണമായും ഈ വിരുന്ന് ബഹിഷ്കരിച്ചതോടുകൂടി ഒരു പുതിയ പോർമുഖം തുറക്കുകയാണ്. ഗവർണർക്കെതിരെ LDF-ന്റെയും UDF-ന്റെയും നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയാണ് ഈ ബഹിഷ്കരിക്കൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. മാത്രമല്ല, ഗവർണർക്കും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ഒരു അനുനയവും ഇനി ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല. പ്രത്യേകിച്ചും ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട പുതിയ ഓർഡിനൻസ് ഗവർണർക്ക് മുൻപിലേക്ക് വരികയാണ്. അത് ഈ വിഷയം കൊണ്ട് തന്നെ ഗവർണർ ഒപ്പിടാതെ മാറാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഗവർണർ സർക്കാർ പോര് സുപ്രീം കോടതി വരെ എത്തുകയും സുപ്രീം കോടതി ഈ സ്ഥിരം VC നിയമനത്തിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പിലുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഈ പോർമുഖം തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിലുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ഏത് നിലയിലാകും സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഗവർണറുടെ നിലപാട് നിർണായകമാണ്. മാത്രമല്ല, സർവകലാശാലകളിൽ ഉണ്ടായ വലിയ പ്രതിസന്ധികൾക്ക് പിന്നാലെ സർവകലാശാലകളിലെ ഭരണസ്തംഭനം എന്ന ആരോപണം ഉയർന്നിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഒരു പരസ്പര ധാരണയോടുകൂടി പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തെങ്കിലും SFI ഗവർണർക്കെതിരെ സമരം കടുപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗവർണറെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നൊരു തീരുമാനമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് അനുനയ ചർച്ചകൾ മുന്നോട്ട് പോയത്. ആ ചർച്ചകൾക്ക് ശേഷം പോസിറ്റീവായ ചർച്ച എന്നുള്ള നിലയിലായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം. പക്ഷേ പിന്നെയും ഗവർണറുടെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായത് വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു. വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ഒരു അനുനയത്തിൻ്റെ സ്വഭാവം എന്ന നിലയിലേക്ക് പോയ കാര്യങ്ങൾ സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം സംഘടിപ്പിക്കണമെന്നൊരു ഉത്തരവുമായി ഗവർണർ എത്തിയത്. VC-മാർക്ക് ആ നിലയിൽ ഒരു ഉത്തരവിടുകയും പല സർവകലാശാലകളും നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. പക്ഷേ പലയിടങ്ങളിലും വിചാരിച്ച രീതിയിൽ നടന്നില്ല എങ്കിൽ പോലും ABVPക്ക് സ്വാധീനമുള്ള കോളേജുകളിലൊക്കെ അത് നടത്താനുള്ള ശ്രമവും സംഘർഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ തൊട്ടുപിറ്റേ ദിവസമായിരുന്നു ഈ അറ്റ് ഹോം പരിപാടി സംഘടിപ്പിച്ചത്. അതോടുകൂടി തന്നെ മന്ത്രിമാർ പൂർണ്ണമായും പ്രതിപക്ഷവും പൂർണ്ണമായും ബഹിഷ്കരിക്കുകയായിരുന്നു ഈ ചടങ്ങ് ചെയ്തത്. സ്മിത, റിജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഇടയ്ക്കിടെ വഷളാവുന്നുണ്ട്. അതിനിടയിലാണ് ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള അറ്റ് ഹോം വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നത്. അതോടുകൂടിയാണ് സ്ഥിതി കൂടുതൽ വഷളാവുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നത്. ഇതോടെ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട പുതിയ ഓർഡിനൻസിൽ ഒപ്പിടാതെ ഗവർണറും നിലപാട് കടുപ്പിച്ചേക്കും എന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.